റോമാലേഖനം 1:17. Romans 1:17. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. For in it the righteousness of God is revealed from faith to faith, as it is written, the just shall live by faith. Praise the Lord. Praise Lord. Hallelujah. Hallelujah. ഗലാത്യർ 3:11. Galatians 3:11. But that no one is justified by the law in the sight of God is evident, for the just shall live by faith. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. എല്ലാവരും പറഞ്ഞ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Everyone say the just or the righteous shall live by faith. ഇനി എബ്രായർ 10:38. Hebrews chapter 10 verse 38. Now the just shall live by faith, but if anyone draws back, my soul has no pleasure in him. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് 3 വിവിധ ലേഖനങ്ങളിൽ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുക. In 3 different letters it has been declared or noted over there that my just shall live by faith. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനം 3 ലേഖനങ്ങളിൽ ഇതുപോലെ കോട്ട് ചെയ്തിരിക്കുന്ന വേറൊരിടത്തുമില്ല. A verse from the Old Testament, there is no other verse which has been quoted thrice in 3 different letters. ദൈവമക്കൾ ജീവിക്കുന്നത് ബാങ്ക് ഡിപ്പോസിറ്റ് കൊണ്ടല്ല. The children of God do not live by bank balance. ബാങ്ക് ഡിപ്പോസിറ്റിന് എതിര് പറഞ്ഞതല്ല. That does not mean I am going against bank balance. ദൈവമക്കൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതണം. The children of God should provide for the family. മക്കൾക്ക് വേണ്ടി കരുതണം. Should provide for your children. തങ്കുബ്രദറിന് നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് പറഞ്ഞിട്ടുണ്ട്. Tangur has spoken about a wonderful financial planning for the family. നമുക്ക് ലഭിക്കുന്ന വരുമാനം 4 ആയിട്ട് തിരിക്കണം. The income we receive, we should divide it into 4 categories. അതിലൊരു ഭാഗമാണ് നിന്റേത്. മുഖത്ത് നോക്കി പറ. Say in that 4 parts, 1 part belongs to you. ഒന്നാമത്തെ ഭാഗം കർത്താവിനുള്ളതാണ്. First part belongs to the Lord. അതാണ് ആദ്യ ഫല കറ്റ ആലയത്തിൽ കൊണ്ടുവരണം. That is why the first fruits of your crop should be brought to the temple. നിങ്ങൾ നെൽകൃഷി നടത്തിയാൽ ആദ്യം വിത്ത് മാറ്റി വെച്ചിട്ടേ കഴിക്കുകയുള്ളൂ. If you are sowing your seed, first you separate the seed and then only then you proceed to have the fruit. മുഖത്ത് നോക്കി പറ, ബുദ്ധിമാൻ വിത്ത് മാറ്റി വെക്കുമെന്ന് പറഞ്ഞു. Turn to your neighbor and say, a wise man will separate the seed. നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരു വലിയ ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി കൊയ്തു. We read that during the times of famine, Isaac sowed and he reaped 100-fold. നാളെ കൊടുക്കുകയല്ല. It is not about giving tomorrow. ഇന്ന് ലഭിക്കുന്നതിൽ ആദ്യം വിത്ത് മാറ്റി വെക്കുക. From what I receive today, I separate the seed. മുഖത്ത് നോക്കി പറ, വിത്ത് മാറ്റി വെക്കുക. Turn to your neighbor and say, separate the seed. അത് നമുക്ക് തന്നെ ഉള്ളതാ. That is for us. വിതയ്ക്കുന്നവന്റെ കയ്യിൽ വിത്ത് കർത്താവ് തരും. Lord gives seed to the sower. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിലും വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാനാഹാരവും, ഭക്ഷിപ്പാനാഹാരവും വിത്തുമെന്നല്ല അതിന്റെ ക്രമം. That is why over there you see the verse in Corinthians that he gives seed to the sower and food to eat. It does not say first food to eat. മുഖത്ത് നോക്കി പറ, തിന്നേച്ച് പ്ലേറ്റിന്റെ മൂലയ്ക്കുള്ളത് കൊടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നതെന്ന് പറ. Turn to your neighbor and say, he does not say that after you eat then he provides for the seed. നമ്മൾ തിന്നിട്ട് ബാക്കി വെച്ചതല്ല കൊടുക്കേണ്ടത്. We should not eat and then give the rest to the Lord. എന്റെ കർത്താവാണ് എനിക്ക് തന്നത്. The Lord has provided me this. ആ കർത്താവിനുള്ളത് വാസ്തവത്തിൽ എനിക്ക് തന്നെ അത് കിട്ടാൻ പോകുന്നത്. ആ വിത ഞാൻ മാറ്റി വെക്കും. What I am giving to the Lord, it is actually for me. I will separate that seed. അപ്പൊ വിതയ്ക്കുന്നവന് വിത്തും, so seed to the sower ഭക്ഷിപ്പാനാഹാരവും and food to eat. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. Glorify our Lord. ഭക്ഷിപ്പാനുള്ള ആഹാരത്തിനകത്തുള്ളതാണ് ഒരു പാർട്ട് എനിക്കിപ്പോൾ എൻ്റെ ആവശ്യങ്ങളിൽ ഉപയോഗിക്കാൻ. And in that portion of food to eat, I have one portion which is for me right now. 2 ഉറുമ്പിനെ നോക്കി നീ പാഠം പഠിക്ക്, നാളത്തേക്ക് അത് കരുതി വെക്കുന്നു. Second, it tells about ants, how they gather food for the time when they do not have food. പറയുന്നത് 20% നമ്മൾ എല്ലാം കൂടെ എടുത്ത് ചെലവാക്കാതെ
കരുതി വെക്കണം. Tangu Brother teaches that instead of spending everything what we have, separate or save 20% of your money. അതിന് ചില വചന അടിസ്ഥാനങ്ങളും അദ്ദേഹം പറയും. And there are verses which provides a എന്റെ base for വിഷയം that. അതല്ലാത്തത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. But because I'm not speaking about it, I'm not going in detail about those പിന്നെ things. ഒരു ഭാഗം കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ. Another portion of your money is for those who are അത് in need. സഭയ്ക്കകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും കൊടുക്കണം. Those who are in church and who are outside of church. അതുകൊണ്ടാണ് പറയുന്നത് സ്തോത്രം, എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. And that is why it says do good to all men, especially those who are believers. നമ്മുടെ സഭ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതാണ്, റീച്ച് വേൾഡ് വൈഡ്. Our church or Heavenly Feast has prepared a platform for that, and that is reach worldwide. ആദിമ സഭയും കളക്റ്റീവായിട്ടാണ് അത് ചെയ്തത്. In the early days they did it അത് collectively. കൂടാതെ നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നാൽ അത് റീച്ച് വേൾഡ് വഴിയേ ചെയ്യുള്ളൂ എന്ന് പറയരുത്. Similarly, if a beggar comes to our house asking for help, do not say, oh, I will do it through reach worldwide. അദ്ദേഹത്തിന് പച്ചവെള്ളം കൊടുത്ത് വിട്ടേക്കണം. Give him water and send him with that water. അത് നമ്മൾ സഭയായിട്ട് കളക്റ്റീവായിട്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയും ചെയ്തു, ഹെവൻലി ഫീസ്റ്റ് സഭയും ചെയ്യുന്നുണ്ട്. In the early church, the first century church did it, and Heavenly Feast also is following it. കൊടുക്കുവാൻ പണമല്ല വേണ്ടത്, മനസ്സാണ് വേണ്ടത്. അടുത്തിരിക്കുന്ന ആളുകൾ, To give, you need not have money, you need to have a good mind. മനസ്സ് മാത്രം മതി. You just need to have mind to give. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. Glorify our Lord. ആമേൻ. എന്നാൽ നമ്മൾ മടങ്ങി വരുവാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. It is written that the just shall live by faith. 3 വേദഭാഗങ്ങളിലും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, In 3 different passages in the Bible, it is clearly written എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. that the just shall live by faith. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഡെപ്പോസിറ്റ് കൊണ്ട് ജീവിക്കും എന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യം ഞാൻ പറഞ്ഞത്. I gave all this detailing about giving when I said that the man shall not live by his bank balance. ബാങ്ക് ബാലൻസ് വേണം. We need bank balance. അതുപോലെ തന്നെ ജോലി ചെയ്യണം. Similarly, you should work. ജോലിയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. Lord blesses your work. മരുഭൂമി യാത്രയിൽ അത്ഭുതം, കനാനിൽ കടന്ന പിന്നെ മന്ന ഇല്ല, ചെയ്യുന്ന കൃഷി അനുഗ്രഹിക്കുക. In the wilderness there were miracles were done, but when they reached Canaan, he did not do another miracle. He blessed the fruit of their hands. മുഖത്ത് നോക്കി അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയണം, മാസ്ക് ഇരുന്നോട്ടെ, മാറ്റണ്ട. നിനക്ക് പ്രവർത്തിക്കാൻ അസാധ്യമായിടത്ത് അത്ഭുതം മുഖത്ത് നോക്കി. Turn to your neighbor and say, where you cannot do anything, where it is impossible, he will do a miracle. എന്നാൽ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നിടത്ത് നിന്റെ പ്രവൃത്തിയെ കർത്താവ് അനുഗ്രഹിക്കുക. But when you can work something over there, he will bless the fruit of your labor. ഞാൻ നിന്റെ പ്രവൃത്തിയെ അനുഗ്രഹിക്കും. I will bless the fruit of your നീ labor. തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. Whatever you do, you shall prosper. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. You will be blessed in your വീട്ടിൽ fields. നീ You അനുഗ്രഹിക്കപ്പെടും. will be blessed in your മാവ് houses. കുഴയ്ക്കുന്ന തൊട്ടിയെ ഞാൻ അനുഗ്രഹിക്കും. I will bless the wheat which you have. മുഖത്ത് നോക്കി പറ, മാവ് കുഴയ്ക്കണമെന്ന് പറ. Turn to your neighbor and say, you should thresh the wheat which you have. എല്ലാവരും ഇങ്ങനെ ഒന്ന് കാണിച്ച്. എന്നാൽ മരുഭൂമിയിൽ നിനക്ക് യാത്രയാണ്, മാവ് കുഴയ്ക്കാൻ സമയമില്ല. But in wilderness you do not have time to prepare the dough for the wheat. മന്ന പൊഴിഞ്ഞു വരും. So manna will fall. പക്ഷെ ഇവിടെ പ്രവർത്തിച്ചപ്പോഴും ചിലയിടത്ത് നിനക്ക് നടന്നില്ല. നീ അധ്വാനിച്ചിട്ടും ചിലയിടത്ത് എത്താൻ പറ്റുന്നില്ല. But even when you work, you did not reach a certain place. ഇവിടെയും അത്ഭുതങ്ങൾ നടക്കും. So here also miracles will take place. നമ്മുടെ ജീവിതത്തിൽ വലിയ മിറക്കിൾസ് ഉണ്ടാവും. In our life there will be great miracles. ഉദ്ദേശിക്കാത്ത സാമ്പത്തിക വഴികൾ ഒക്കെ വരും. You will see new financial sources opening up for എന്നാൽ you. വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതിരുന്നേച്ച് അത്ഭുതം പ്രതീക്ഷിച്ചിരുന്നാൽ വരത്തില്ല. But if you are not ready to work anything and just sit idle in your house, do not expect a miracle. എന്തായാലും ഒരു ജോലിക്കുള്ള വഴി ദൈവം നിങ്ങൾക്ക് തുറന്നു. Lord will open a source of a new income for you. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Clap your hands and let us glorify our Lord. തങ്കു ബ്രദർ എപ്പോഴും പറയും, സഭ ദൈവം ആരംഭിക്കുന്നു. As Tangu Brother says that it is God who starts the church. നിങ്ങൾ സാക്ഷിയാകുക, കർത്താവ് സഭ പണിയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. You be the Lord's witness and Lord will establish the church. തങ്കു ബ്രദർ പട്ടണത്തിൽ ഒരു ബിസിനസ്സുകാരനായിരിക്കുമ്പോൾ തന്നെ Tangu Brother, when he was a businessman in Kottayam, തന്റെ തളർച്ചയിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. Lord raised him up or healed him from his paralysis. അദ്ദേഹം വഴിയരികിൽ നിന്ന് ട്രാക്ട് കൊടുത്തു. And he distributed pamphlets on the streets. മാത്രമല്ല തന്റെ സ്നേഹിതരായ ഒത്തിരി ബിസിനസ്സുകാർ തകർന്നു കിടക്കുകയാണ്. Not only that, many of his friends who were faced with business failures, അവരെ ഒന്ന് കൂട്ടി ഒരു മീറ്റിംഗ് നടത്താൻ ഒരു സ്ഥലം വാടകയ്ക്ക് he gathered them together and he took a room on rent for conducting സഭ a meeting. തുടങ്ങാൻ ഒരു പരിപാടിയേ ഇല്ല. He did not plan, oh, I will start a church. എങ്ങനെങ്കിലും ഒരാൾ കൂടി യേശുവിന്റെ സ്നേഹം കൊടുക്കുക. His desire was
somehow I have to share the love of Jesus to another person. Praise the Lord. Run വചനം the പറയുന്നു church. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തെന്ന്. The word of God says God added daily to those who were being saved. നിനക്ക് കിട്ടിയ സന്തോഷം വേറൊരാൾ കൂടെ കൊടുക്കുക. Give the joy which you have received in your അയാളുടെ heart. സ്തോത്ര കാഴ്ച ആയിരിക്കരുത് നിന്റെ ലക്ഷ്യം. His offering should not be your aim. പൗലോസ് പറയാണ്, Paul says, ഞാൻ നിങ്ങൾക്ക് ആത്മീകമായ വിലപ്പെട്ടത് വിതച്ചിട്ട് നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ ഞാൻ നോക്കിയിരിക്കുന്നില്ല. I have sowed spiritually in your life and I'm not looking forward to the money you give. ഒരു ശുശ്രൂഷകൻ The minister, എല്ലാവരുടെയും കാല് കഴുകും, he will wash everyone's എന്നാൽ feet, ആരുടെയും കാല് പിടിക്കത്തില്ല. but he will not catch anyone's feet. വിളിച്ചു പറഞ്ഞാണ്ട് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ Say a minister of Jesus Christ എല്ലാവരുടെയും കാല് കഴുകും, will wash everyone's feet, ആരുടെയും കാല് പിടിക്കത്തില്ല, but he will not catch ആരുടെയും anyone's മുമ്പിൽ feet. തലചൊറിഞ്ഞു നിൽക്കത്തില്ല. He will not plead in front of anyone അവൻ സ്വർഗരാജ്യത്തിന്റെ അംബാസഡറാ. because he is an ambassador of the kingdom of യേശുവിനാണ് God. നീ അയക്കപ്പെട്ടതെങ്കിൽ, You are sent by Jesus. ആരും നിനക്കൊന്നും തന്നില്ലെങ്കിൽ, Even when no one gives you അങ്ങ് anything, ദൂരെ നിന്ന് from afar, നിനക്ക് വേണ്ടി വായിൽ ഒരു പൻപണം കൊത്തിക്കൊണ്ട് മീൻ നിന്റെ അടുക്ക വരും. fish will hold the money required for you and come for you. നിനക്ക് വേണ്ടി അങ്ങ് ദൂരെ നിന്ന് From afar, കാക്ക അപ്പവും ഇറച്ചിയും കൊത്തിക്കൊണ്ടുവരും. ravens will catch the meat and bring it for കരങ്ങൾ you. തട്ടി വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. Clap your hands and glorify our നീ Lord. വിളമ്പുന്നത് സ്വർഗത്തിന്റെ രത്നമാ. Because what you give is a pearl of നീ heaven. വിളമ്പുന്നത് സ്വർഗത്തിന്റെ രത്നമാ. Because what you give is a pearl from heaven. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. മുഖത്ത് നോക്കി പറ, കൊടുക്കുന്നവനാകുക. Turn to your neighbor and say, be a giver. നമ്മൾ ആത്മാക്കളെ കാണുന്നത് അവരിൽ നിന്ന് എനിക്കെന്ത് കിട്ടുമെന്നല്ല, When we look at souls, we do not think what will we get from them. അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ സ്വർഗത്തിലെ വിലപ്പെട്ടതായിരിക്കും. Oh, I have the precious pearls from heaven to give it to them. അടുത്തിരിക്കുന്ന ആളാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ടത് ഞാൻ എൻ്റെ വീട്ടിലെ കോമ്പൗണ്ടുകളുടെ അടിത്തറ പോലും വെക്കാൻ കൊള്ളുകയില്ലെന്ന് പറ. കയ്യെ പിടിച്ച് പറ. Turn to your neighbor and say, the most precious thing which you have cannot be hidden, cannot be kept in my house. പറ, നിങ്ങൾ ലോക്കറിൽ വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ ഒന്ന് പറഞ്ഞു മുഖത്ത് നോക്കി പറ. Turn to your neighbor and say, the things you have in your locker, ഞാൻ താമസിക്കാൻ പോകുന്ന വീടിന്റെ in the house where I'm going to stay, കോമ്പൗണ്ട് വാളിന്റെ അടിത്തറ പോലും വെക്കുകയില്ല. it is not fitting to even place in ആ the വചനമാ ഞാൻ തരുന്നേ, I give such ആ precious വചനമാ word. ഞാൻ വിളമ്പുന്നേ. I serve such precious words. നീ ചിലപ്പം ഈ ലോകത്തിലെ പണത്തിൽ കുറഞ്ഞ വ്യക്തിയായിരിക്കും. According to this world standard, your money might be നീ little. പോയി കൈവച്ച രോഗി സൗഖ്യമാകും. സഹോദരി, But when you lay your hand, the sick will be നീ healed. പോയി കൈവച്ചാൽ ഭൂതങ്ങൾ വിട്ടുമാറും. When you rebuke, demons will flee. ഈ കാലുകൾ ചവിട്ടുന്ന വീടുകൾ അനുഗ്രഹിക്കപ്പെടും. Where you set your foot, the house will be blessed. ലോകത്തിന് കൊടുക്കാൻ പറ്റിയ ദാനം, ഹല്ലേലൂയ, നിന്റെ കയ്യിലിരിപ്പുണ്ട്. നിന്റെ കയ്യിലിരിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന് കൊടുക്കാൻ നിന്റെ കയ്യിലിരിപ്പുണ്ട്. You have precious gifts to give to the prime minister. You have precious gifts to give to the richest man on the planet. You have precious gift to give the American president because you have received it from heaven. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My just shall live by faith. എല്ലാരും പറഞ്ഞു, എന്റെ നീതിമാൻ, Say, my just, എന്റെ നീതിമാൻ the just വിശ്വാസത്താൽ shall live ജീവിക്കും. by faith. അതേ ഗലാത്യ ലേഖനം 3 നമ്മൾ വായിച്ചത്. The same Galatians chapter 3 we heard. നിങ്ങൾക്ക് ആത്മാവിൽ ലഭിച്ചത്, Galatians chapter 3 verse 2. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് മുഴുവൻ വിശ്വാസമാണ്. Did you receive the Spirit by the works of the law or by the hearing of faith? ഹിയറിംഗ് ഓഫ് ഫെയ്ത്ത്. എല്ലാവരും ചെവിക്കകത്തോട്ട് ഇങ്ങനെ കൈ കാണിച്ച്, Everyone place your finger in your ear like this ഹിയറിംഗ് ഓഫ് ഫെയ്ത്ത്. and say this hearing of faith. വിശ്വാസത്തിന്റെ കേൾവി. ഉറക്കെ പറ. Everyone say hearing of faith. ഈ ചെവിക്കകത്തോട് വിശ്വാസമേ ഞാൻ കേട്ടത്തുള്ളൂ. ഉറക്കെ പറ. Through this ear I will hear only faith. പറ പറ പറ. എനിക്ക് ഒന്നിനെയും പേടിയില്ല. വിളിച്ചു Say, പറഞ്ഞു, I will not be worried about anything. I walk by faith. ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. I live by faith. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. ഓ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. ഓ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോ
സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. Praise the Lord. എബ്രായർ 10 തീരുന്ന ഇങ്ങനെയാണ്. Hebrews 10 ends in this verse. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനുമേൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാവും. Now the just shall live by faith, but if anyone draws back, my soul has no pleasure in him. But we are not of those who draw back to perdition, but of those who believe to the saving of the soul. എബ്രായ വിശ്വാസികൾ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വിശ്വാസം വിട്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് തിരിയുകയാണ്. The Hebrews or the believers at that time, they, after starting out in faith, they had returned to the works of the law. അവർ മുമ്പോട്ട് വന്നിടത്ത് ഇവിടെ നോക്കി, ആലയമില്ല, മണിയില്ല, പുകയില്ല. ഇവിടെയാണെങ്കിൽ ഇതുപോലെ സ്ഥിരമായിട്ട് അവർക്കൊരു ആരാധന സ്ഥലമില്ലാതെ മരച്ചോട്ടിലൊക്കെ ആരാധിച്ചു പോവാണ്. Because when they started off, and then they started saying that there is no temple over here, there is no smoke over here, there is no place of worship, there is no fire, they have nothing physical over there to see. അപ്പറയാണ് അവർ വിട്ടുപോകുന്ന യെരൂശലേം നഗരത്തിൽ പുകയുണ്ട്, മണിയുണ്ട്, എല്ലാം നടക്കുന്നു. Because the temple which they left and came, there is a physical temple, there is a bell over there, there is fire, there is everything. അവിടെ പറയാണ് അവിടെ പുരോഹിതന്മാർ ഇപ്പോഴും വഴിപാട് കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. പറഞ്ഞാൽ AD 70 മുമ്പാണ് ഇത് എഴുതിയത്. Before AD 70, when this is written, it says over there that the priests over there are still offering sacrifices. കുറച്ചു നാൾ മുമ്പ് യേശു പറഞ്ഞു, ഒരു കല്ലേൽ ഇരിക്കാതെ ഈ ആലയം തകർന്നു പോകും. And before that time, Jesus said that this temple will be completely destroyed. പക്ഷെ ഇവർക്കാണ് വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ പലർക്കും പീഡകള്, നിന്ദകള് ഒക്കെ സംഭവിക്കുക. But when they started out in faith, they faced persecution, a lot of persecution and mockery from many places. അതുകൊണ്ടാണ് 32 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകള്, പീഡകള്, കൂത്തുകാഴ്ചയായി ഭവിച്ചു. അങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ഒരു കഴിഞ്ഞ കാലം നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. That is why the 32nd verse says, recall the former days in which you were illuminated, you endured a great struggle with sufferings, partly while you were made a spectacle both by reproaches and tribulations. നിങ്ങൾ തടവുകാരോട് സഹതാപം കാണിച്ചു, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഉത്തമ സമ്പത്തൊന്നും അറിഞ്ഞ് ഇവിടെ സുവിശേഷ നിമിത്തം ഇവരുടെ സമ്പത്ത് പോലും ചിലപ്പം നമുക്കറിയാമല്ലോ, ചിലരൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ വന്നുകൊണ്ട് വീട്ടിലെ വീതം പോലും കിട്ടാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നവരുണ്ട്. Many of them who had set out in faith, they did not even receive the inheritance from their family. അവർക്കറിയാം സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്ത്. Because they know that there is an eternal position for me in heaven. ഈ സ്വർഗത്തിലെ സമ്പത്തിന്റെ കാര്യം മാത്രം പറയുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലെന്നല്ല ഇതിന്റെ അർത്ഥം. It does not mean that in this world there is no possession, no blessing. യേശു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം എന്തേലും വിട്ടാൽ നിലങ്ങളെയും നല്ല വീടുകളെയും 100 മടങ്ങായി കിട്ടുമെന്ന്. So Jesus said that if you have left anything for my name's sake, you will receive lands, possessions, houses in this world. ലേഖനങ്ങളിൽ ഒത്തിരി അത് പ്രതിപാദിക്കാത്ത എന്നാണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ സമ്പത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ലാത്തതുകൊണ്ടാണ്. If you ask why it is not focused on in the letters, because this is nothing compared to the treasure we have in heaven. ഇവിടുത്തേത് 100 മടങ്ങായി കിട്ടും. But in this world you will have 100-fold. ഇവിടെ കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ കൊടുക്കുകയോ ചെയ്തോ യേശു ആർക്കും കടക്കാരനല്ല. In this world, if you have done anything for the name of Jesus, remember he is not a debtor to anyone. എന്നാൽ അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? But what the church ആദ്യം in നല്ല Hebrews, തീഷ്ണതയായിരുന്നു, ഇവർ മടുത്തുപോയി. earlier they were very much enthusiastic, but 35 now വാക്യം പറയണം, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. 35th verse says, do not cast away your confidence which has great reward. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. For you have need of endurance, so that after you have done the will of God, you may receive the ഇനി promise. എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. Even after a little time, remember the one who is to come, he will come. വരുമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായെന്ന് പറഞ്ഞ് ഇവർ മടുത്തിരിക്കുകയാണ്. They have become sluggish and lazy, thinking, oh, Jesus will come, but when will he come? ഇപ്പത്തെ 2021 വർഷമായി. Now it has been 2021. ഇന്ന് നിൽക്കുന്നവർക്കറിയാം അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. The people who are here today, they know that his coming is at hand. എന്നിട്ട് പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. And it says, the just shall live by faith. ഹല്ലേലൂയ. Hallelujah.